3 or 4 months എക്സാം എഴുതാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാണും. ദെൻ ആ സ്റ്റുഡൻസിന് നേരെ ചെയ്യുന്ന എക്സാം എഴുതാൻ സാധിക്കുമോ? ഇല്ല. അവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവാലുവേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ സ്റ്റേറ്റ് ബോർഡ് നമ്മൾ എലിജിബിൾ ആണെന്ന് അപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് ഇവാലുവേഷൻ പ്രോസസ്സ്. എക്സാക്ട്ലി 55 സ്റ്റേറ്റ് ബോർഡ് ഉണ്ട് US-ൽ. 2 ഇവാലുവേഷൻ ഏജൻസിയാണ് മെയിൻലി ആയിട്ടുള്ളത്. വൺ ഈസ് NIES-ഉം അനദർ വൺ ഈസ് FACS-ഉം ആണ്. സോ സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും ഏത് സ്റ്റേറ്റ് ബോർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നും ഏത് ഏജൻസി ആണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കും. സോ ഫസ്റ്റ് അവർ ചെയ്യേണ്ട കാര്യം ഏജൻസിയിൽ എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ യൂണിവേഴ്സിറ്റിന് ട്രാൻസ്ക്രിപ്റ്റിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ട്രാൻസ്ക്രിപ്റ്റ് എന്ത് ചെയ്യുക, നേരിട്ട് ഏജൻസിയിലോട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇതപ്പം പല ആൾക്കാർക്കും ഡൗട്ടുള്ളത് എന്താണ് ഈ ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. പല ആൾക്കാർക്കും നല്ല ഡൗട്ടുള്ളത്, അതൊന്ന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് ഓർ ഇയർ വൈസ് ഓർ സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ് പ്ലസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ് സൈൻ ചെയ്ത ആ കോപ്പി അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനെയാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ക്രിപ്റ്റ് 3 രീതിയിൽ നമുക്ക് ഏജൻസിയിലോട്ട് അയക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് യൂണിവേഴ്സിറ്റി മെയിലിംഗ് സിസ്റ്റം വഴി അത് ഏജൻസിക്ക് അയക്കാം. ഇനി എല്ലാ യൂണിവേഴ്സിറ്റിയിലും മെയിലിംഗ് സിസ്റ്റം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്കൽ കോപ്പി, ഫിസിക്കൽ ട്രാൻസ്ക്രിപ്റ്റ് ഏജൻസിക്ക് അയക്കും. യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് അയക്കും. തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അഡ്രസ്സിലോട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യും. യൂണിവേഴ്സിറ്റി നമ്മുടെ അഡ്രസ്സിലോട്ട് അയക്കും. അതൊരു ക്ലോസ്ഡ് എൻവലപ്പ് ആയിരിക്കും. ആ ക്ലോസ്ഡ് എൻവലപ്പ് മറ്റൊരു എൻവലപ്പിലിട്ട് നമ്മൾ തന്നെ ഡയറക്റ്റ്ലി ഏജൻസിക്ക് അയക്കും. ഈ 3 പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3-ൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും, ട്രാൻസ്ക്രിപ്റ്റ് അയക്കാനായിട്ട് പറ്റും. ദെൻ അത് കഴിഞ്ഞ് നോക്കുമ്പം ഇത് ഏജൻസിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഏജൻസി ഇത് ക്രോസ് ചെക്ക് ചെയ്യും. പക്ഷേ ക്രോസ് ചെക്ക് ചെയ്ത് 120 ക്രെഡിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. 120 ക്രെഡിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഫൈനൽ അപ്രൂവലിന് വേണ്ടി ഇത് സ്റ്റേറ്റ് ബോർഡിന് സെൻഡ് ചെയ്യും. ദെൻ ഈ ഇവാലുവേഷൻ റിപ്പോർട്ട് സ്റ്റേറ്റ് ബോർഡിന് സെൻഡ് ചെയ്ത് ഇവാലുവേഷൻ റിപ്പോർട്ട് സ്റ്റേറ്റ് ബോർഡ് ഫൈനൽ അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇവാലുവേഷൻ കംപ്ലീറ്റ് ആകും. വൺസ് ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ NDS അപ്ലൈ ചെയ്യും. അതായത് എക്സാം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ NDS അപ്ലൈ ചെയ്യണം. NDS എന്ന് പറയുന്നത് നോട്ടീസ് ടു സ്കെഡ്യൂളാണ്. നമ്മുടെ ഈ എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു എൻട്രി പാസ്. ഇത് ഓരോ പേപ്പറിനും ഓരോ NDS നമ്മൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഏതാണോ പേപ്പർ എഴുതുന്നത് അതിന് NDS നമ്മൾ അപ്ലൈ ചെയ്യാം. റെഡി ആയി കഴിഞ്ഞാൽ നേരത്തെ എക്സാം എഴുതാൻ പോകാം.